അപ്പൊ അറിഞ്ഞില്ലേ? സാമ്പത്തികമായ പദവികൾ മുഖേനയോ പരിഗണന ആവശ്യപ്പെടുന്ന അഖിൽ മാരാരുടെ ശബ്ദരേഖ പുറത്തുവിട്ട് 2020. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. എന്റെ റേറ്റ് കുറച്ച് കൂടുതൽ 1000 രൂപ വരും. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്, അതായത് തുറന്നു പറയുന്നതാണ്. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമ്മൾ ജീവിക്കണം. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പൊ എന്റെ ലൈഫ് കൊണ്ടിട്ട് നിങ്ങൾ ഇമാതിരി ഒരു മുറ്റരവാന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിന്റെ റെസ്പെക്റ്റും അതിന്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഈ പണം മാത്രം പോരല്ലോ, കുറച്ചൊക്കെ പവറും വേണ്ടേ? ആണോ? അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിന്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. വായും പൊളിച്ചിരുന്നാ മതി. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.